ഞങ്ങൾ പാട്ടുപാടിയിട്ടും പ്രതിരോധിക്കും, നാടകം കളിച്ചും പ്രതിരോധിക്കും, സിനിമയെടുത്തും പ്രതിരോധിക്കും, പൊതുയോഗങ്ങളിൽ പറഞ്ഞും പ്രതിരോധിക്കും, പത്രസമ്മേളനത്തിൽ പറഞ്ഞും പ്രതിരോധിക്കും. ഞങ്ങളെ കൊണ്ടാവാവുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധവും ഞങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ 4 വരി പാട്ടുപാടിയിട്ട് കേരളത്തെ അങ്ങ് അട്ടിമറിച്ച് കളയാം എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. പോറ്റിയെ കയറ്റിയത് 2012 ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? ആ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ കയറ്റി എന്നുള്ളതല്ല. ശ്രീ സനോജ്, ഇപ്പോ സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ വരിയുടെ പ്രഹരശേഷിയാണോ പ്രശ്നം? അതിൽ വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വസ്തുത ഉണ്ടല്ലോ. കാരണം ജയിലിൽ കിടക്കുന്നത് എ പത്മകുമാറും വാസുവുമാണ്. രണ്ടുപേരും സഖാക്കളാണ്. അവർ രണ്ടുപേർക്കും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരും നിങ്ങളുടെ നോമിനികളായ വളരെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന ആളുകളാണ്. അവർ ജയിലിൽ കിടക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ അതിനെ പരിഹസിക്കും, പാട്ടെഴുതും. അതിൽ കൊണ്ടിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ഈ ആവിഷ്കാരത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായി ഞങ്ങളെ കടന്നാക്രമിക്കാൻ ഏത് വരികൾ എഴുതിക്കഴിഞ്ഞാലും ആ വരികൾ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള വിമർശനങ്ങൾ ശക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഞങ്ങൾ തയ്യാറാവും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ രാഷ്ട്രീയമായി തന്നെ അതിനെ വിമർശനപരമായി കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് തുറന്നു കാട്ടപ്പെടുമ്പോൾ അപ്പുറത്താണ് ആകെ വെപ്രാളമുണ്ടാവുന്നത്. സൽമാൻ റുഷ്ദിയോടും മറ്റ് ചില വിഖ്യാതരായിട്ടുള്ള എഴുത്തുകാരോട് അല്ലെങ്കിൽ എം എഫ് ഹുസൈനോടൊക്കെ ഉപമിച്ച് ഇതെന്തോ മഹാസംഭവമാണ് എന്ന രൂപത്തിലേക്ക് ഇതിനെ വരുത്തി തീർക്കുകയാണ്. അപ്പം ഞങ്ങൾക്കുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷം കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച്, കേരളത്തിൽ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇടതുപക്ഷം എല്ലാ കാലത്തും സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുകയും അതിന് ഉറച്ചു നിന്ന് പൊരുതുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ സംബന്ധിച്ചാണ് ജനങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിനെ പ്രതിരോധിക്കാൻ, ആ ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എന്താണ് വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവർ സ്വീകരിച്ച നടപടി? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചോ? ഈ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ, മതനിരപേക്ഷയോടൊപ്പം ശക്തിപ്പെടുത്താൻ ആവശ്യമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചോ? ഇല്ല എന്നാണ് രാഷ്ട്രീയമായ ഞങ്ങളുടെ വിമർശനം. അതിന് പകരം ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണ്, സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന രൂപത്തിലുള്ള ഒരു ഗാനം, അതൊരു ഭക്തിഗാനത്തിൻ്റെ ട്യൂണിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് ശബരിമലയിൽ വലിയ കൊള്ള CPMൻ്റെ ആളുകൾ നടത്തിയെന്ന വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളതിനെ കൈയടിച്ച് ഇതാ നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. തിരിച്ചൊരു പാട്ടുണ്ടാക്കിയാൽ പോരെ? ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കും. പാട്ടുണ്ടാക്കി പ്രതിരോധിക്കണമോ? ഈ പാട്ടുണ്ടാക്കി വളർത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ. ഈ പാട്ടുകൾക്കൊക്കെ വലിയ പങ്കുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കെതിരെ ഒരു പാട്ട് വന്നാൽ നിങ്ങൾ തിരിച്ചൊരു പാട്ട് പാടുന്നു. ഞങ്ങൾ ആ ചരിത്രമൊക്കെ നമുക്കറിയാം അഭിലാഷയെ. ഞങ്ങൾ പാട്ടുപാടിയിട്ടും പ്രതിരോധിക്കും, നാടകം കളിച്ചും പ്രതിരോധിക്കും, സിനിമയെടുത്തും പ്രതിരോധിക്കും, പൊതുയോഗങ്ങളിൽ പറഞ്ഞും പ്രതിരോധിക്കും, പത്രസമ്മേളനത്തിൽ പറഞ്ഞും പ്രതിരോധിക്കും. ഞങ്ങളെ കൊണ്ടാവാവുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധവും ഞങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ 4 വരി പാട്ടുപാടിയിട്ട് കേരളത്തെ അങ്ങ് അട്ടിമറിച്ച് കളയാം എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. വിമോചന സമരകാലത്ത് ഇതുപോലെയുള്ള കുറേ പാട്ടിറക്കിയിരുന്നു അല്ലേ? കണ്ടാ മുണ്ടശ്ശേരി ഇതിൻ്റെ മണ്ടേനെന്താ ചകിരിച്ചോറോ നാരായോ എന്നാ അന്ന് പാടിയത്. ഗൗരിയമ്മയെ കുറിച്ച് വിളിച്ച പാട്ട് മറന്നിട്ടില്ല. അത് പാട്ടല്ല, മുദ്രാവാക്യം. വന്ന് വിളിച്ചിട്ടും എന്താ ഗോപാല നീ പോവാത്ത എന്ന മുദ്രാവാക്യം നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെ കുറെ മുദ്രാവാക്യങ്ങൾ ഇവർ പണ്ട് CA തോമസ് ആളുകളെ കൊണ്ടൊക്കെ എഴുതിച്ചിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയെല്ലാമുള്ള പാട്ട് അതിനെല്ലാം അതിജീവിച്ചാണ് അല്ല ഞാൻ പറയട്ടെ ഷാഫി ചാലി, അതിനെല്ലാം അതിജീവിച്ചിട്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾ 4 വരി പാട്ട് എഴുതിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കി കളയാം എന്നൊന്നും ധരിക്കേണ്ടതില്ല. നിങ്ങൾ 4 വരി പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ 4 വരി പാട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ നല്ലതുപോലെ ക്യാമ്പയിൻ നടത്തും. അതാ ഞാൻ പറഞ്ഞത്, പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. പോറ്റിയെ കയറ്റിയത് 2012 ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? ആ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ കയറ്റി? സ്വർണം കട്ടതിന് ശേഷമാണോ കയറ്റിയത്? അല്ലെങ്കിൽ ആ സ്വർണം കക്കുന്നതിന് മുന്നേ ആണോ കയറ്റിയതെന്ന് UDFന്റെ ആളുകൾ പറ. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് റോഡിൽ കൂടി നടന്നു പോകുന്ന ആൾ കയറാൻ പറ്റുമോ?
സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് സന്ദർശന അനുമതി കിട്ടണമെങ്കിൽ എന്തെല്ലാം വഴികൾ ഉണ്ടാവും, എന്തെല്ലാം കടമകൾ കടക്കണം? ഇപ്പൊ പോറ്റിയെ പോലുള്ള ആളെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് ആരാണെന്ന് ഷാഫി ചാലിയ പറയണം. ആന്റണിക്കും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയണം. ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കാൻ ഞങ്ങളില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ SIT അന്വേഷണം ഏത് നിലയിലും മുന്നോട്ട് കൊണ്ടുപോകും, ഒരു തടസ്സപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആരുടെയെങ്കിലും അറസ്റ്റ് തടസ്സപ്പെടുത്താൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ തടസ്സപ്പെടുത്തിയോ? തെറ്റ് ചെയ്തവർ ആരായി കഴിഞ്ഞാലും ജയിലിൽ കിടക്കട്ടെ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അത് ഇനിയും ആ അന്വേഷണം നല്ലതുപോലെ മുന്നോട്ട് പോട്ടെ. ഇനിയും ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ ഭാഗമായിട്ട് അനുഭവിക്കട്ടെ എന്നല്ലാതെ ആരെങ്കിലും സംരക്ഷിക്കാൻ വിടുന്നിട്ടുണ്ടോ? ശരി ശരി, നമുക്ക് ചർച്ച ചെയ്യാം. എന്താ പ്രശ്നം ഇവിടെ? കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശബരിമല ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. അത് സ്വാഭാവികമാണെങ്കിൽ ആ സ്വാഭാവികമായിട്ടുള്ള വിമർശനത്തെ അത്തരം ക്യാമ്പയിനുകളെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇതും സ്വാഭാവികമായി കണ്ടാൽ മതി. പോലീസിനെ വിടുന്നത് സ്വാഭാവികമല്ല, അതിനെ സ്വാഭാവികമായിട്ട് കാണില്ല കേട്ടോ. ഇതുവരെ കേസ് എടുത്തിട്ടില്ല, കേസ് എടുത്താലുള്ള കാര്യമാണ്. അഭിലാഷ് അങ്ങനെ പറയരുത്. പാട്ടുമായി ബന്ധപ്പെട്ട് ഒരാൾ നിയമപരമായ ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിയമപരമായി ഒരാൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ നിയമപരമായി പരിശോധിക്കാൻ പാടില്ല എന്നും പറയേണ്ട കാര്യമില്ല.